ഹലോ, ഞാൻ ഡോക്ടർ ഇജാസ്, ഓർത്തോപീഡിക് സർജൻ MH വടകര. പൊതുവേ രോഗികൾക്കും രോഗിയുടെ കൂടെയുള്ള ആൾക്കാർക്കുള്ള പൊതുവെയുള്ള സംശയമാണ് റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് അഥവാ റോബോട്ട് വെച്ചിട്ടുള്ള മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടറാണോ അതോ റോബോട്ടാണോ ചെയ്യാന്നുള്ളത്. ഇതിൽ ഡോക്ടറുടെ കൺട്രോളാണ് പൂർണ്ണമായിട്ടും ഈ സർജറി നടക്കുന്നത്. ഒരു മുട്ട് മാറ്റിവെക്കൽ സർജറിയുടെ പ്രധാന ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇതിലെ മുകളിലെ ഭാഗം, അതായത് തുടയലിന്റെ ഭാഗവും താഴെ കാലിന്റെ ഭാഗത്തുള്ള ഇടിയ ബോണും ഫീമർ ബോണിലും ഇടുന്ന കട്ട്സ് എടുക്കുക, ബോൺ കട്ട്സ് ആണ്. അതിൽ റോബോട്ടിക് നീ റീപ്ലേസ്മെന്റിൽ ഈ ബോൺ കട്ട്സ് എടുക്കുന്നത് ഈ റോബോട്ട് അസിസ്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ബാക്കി പ്രൊസീജിയർ, മുറിവുണ്ടാക്കലും മുറിവ് തുന്നലും ബാക്കി പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് ഡോക്ടർ തന്നെയായിരിക്കും. ഈ ബോൺ കട്ട്സ് എടുക്കുന്നതിൽ മാത്രമാണ് ഇതിൽ റോബോട്ടിന്റെ പങ്കുള്ളത്. റോബോട്ടിക് ശസ്ത്രക്രിയയുടെ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബോൺ കട്ട്സ് എടുക്കുന്നതിലെ പ്രിസിഷൻ, അതായത് കൃത്യതയാണ് ഇതിലെ പ്രധാന ഭാഗം. ഇതിൽ ആദ്യം ഒരു CT സ്കാൻ എടുക്കും. അത് വെച്ചിട്ട് നമ്മൾ ബോണിന്റെ യഥാർത്ഥ അളവുകൾ, മില്ലിമീറ്റർ പൊസിഷനിലുള്ള അളവുകൾ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള ബോൺ കട്ട്സ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള നീ ബാലൻസിങ് എന്ന് പറയും, മുട്ടിന്റെ അളവുകളിലുള്ള കൃത്യതയാണ് ഈ റോബോട്ട് അസിസ്റ്റഡ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൊണ്ടുള്ള മെച്ചം.